ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന 2 വാനില സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ ഈ ഒരു സ്പോഞ്ച് കേക്ക് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്ന് കുക്കറിലും ഒന്ന് നമ്മൾ സാധാരണ ചായപാത്രത്തിലുമാണ്. ഓവനോ ബീറ്ററോ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് മിക്സിയിൽ കറക്കി പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള 2 സൂപ്പറായിട്ടുള്ള വാനില സ്പഞ്ച് കേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം. പിന്നെ നമ്മുടെ ഗീവ് അവേയുടെ കാര്യവും കൂടെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും. അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. അതും പ്രസ് ചെയ്തിട്ട് ഓളെന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന കുക്കറിൽ ചെയ്തെടുക്കുന്ന വാനില കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യാനായിട്ട് നമുക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ ബീറ്ററോ ഒന്നും തന്നെ വേണ്ട. മെഷർമെൻറ്റ് കപ്പ് പോലും വേണ്ട. അപ്പോൾ അതെങ്ങനെയാണ് ഈ ഒരു സിമ്പിളായിട്ട് കേക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒട്ടും തന്നെ നനവില്ലാത്തൊരു ബൗൾ എടുക്കുക. അതിലോട്ട് തണുപ്പില്ലാത്ത 2 മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/4 കപ്പോളം പൊടിക്കാത്ത പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പഞ്ചസാര നമ്മൾ അളവെടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള സാധാരണ കപ്പിൽ തന്നെയാണ്. അപ്പോൾ ഏത് കപ്പിലാണോ നമ്മൾ ഫസ്റ്റ് ഈ മെഷർമെൻറ്റ് എടുക്കുന്നത് ആ ഒരു കപ്പിൽ തന്നെ ബാക്കിയുള്ള ചേരുവകളും കൂടെ എടുക്കണം എന്നേ ഉള്ളൂ. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3-4 തുള്ളി നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഉപ്പും നാരങ്ങ നീരും നമ്മൾ മുട്ട വെള്ള ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ചേർക്കുവാണെങ്കിൽ നല്ലപോലെ പതഞ്ഞ് കിട്ടും. പിന്നെ അതുമാത്രമല്ല മുട്ടയുടെ മണം അങ്ങനെ എടുത്ത് നിൽക്കുകയില്ല. അപ്പോൾ ഇതൊക്കെ ഒരു ടിപ്പാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വിസ്ക് വെച്ചിട്ട് തന്നെയാണ് ബീറ്റ് ചെയ്യുന്നത്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്പൂൺ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ലതുപോലെ തന്നെ ക്രീമി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതേ കപ്പിൽ തന്നെ ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ നേരത്തെ എടുത്ത ആ മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു മുട്ടയുടെ മണം മാറാനായിട്ട് ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഒരുപാട് സ്പീഡിൽ മിക്സ് ചെയ്യേണ്ട, ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. ഇപ്പം മുട്ടയുടെ മഞ്ഞയും എണ്ണയും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മാവ് ചേർത്ത് കൊടുക്കാം. അപ്പം മാവ് ചേർത്ത് കൊടുക്കുമ്പോൾ സാധാരണ നമ്മൾ അരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ അരിക്കുന്നൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ മാവ് ചേർത്ത് കൊടുക്കുകയാണ്. അത് നമ്മൾ നേരത്തെ എടുത്ത കപ്പിന് കറക്റ്റ് 1 കപ്പ് മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൈദയോ ഗോതമ്പോ എടുക്കാം. ഞാനിവിടെ മൈദയാണ് എടുത്തിട്ടുള്ളത്, കാരണം മൈദയിലെ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഹെൽത്ത് നോക്കുന്നവരാണെങ്കിൽ ഗോതമ്പ് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം, ഗോതമ്പ് മാവ് വേണമെങ്കിലും ചേർക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് പകുതിയോളം ചേർത്ത് കൊടുക്കാം. ഒരുമിച്ച് ചേർത്ത് മിക്സ് ചെയ്യേണ്ട, ജസ്റ്റ് പകുതിയോളം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരുപാട് സ്പീഡിൽ നമ്മൾ മിക്സ് ചെയ്യരുത്, കാരണം അങ്ങനെ മിക്സ് ചെയ്യുവാണെങ്കിൽ ഈ പെട്ടെന്ന് തന്നെ ഒരു മുട്ടയുടെ പതയൊക്കെ പൊട്ടിപ്പോവും, നമ്മുടെ കേക്ക് ഹാർഡായിട്ട് പോവും. കാരണം നമ്മൾ ഈ ഒരു കേക്കിന് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു സ്റ്റെപ്പ് ഇട്ട് കൊടുത്ത മാവ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം. ഇപ്പോൾ ഇങ്ങനെ ഒന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത്. ഈ സമയത്ത് നമുക്കൊരു 1/4 കപ്പ് പാല് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചൂടാക്കരുത്, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ പറഞ്ഞ അളവുകളിലൊന്നും ഒട്ടും തന്നെ വ്യത്യാസം വരുത്തരുത് കേട്ടോ, കാരണം നമ്മൾ ബാറ്ററിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടിയാൽ മാത്രമേ കറക്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ പാലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള മാവും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ബാറ്റർ കട്ടയൊന്നും കൂടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബാറ്റർ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കുക്കറിലോട്ട് മാറ്റാം. അപ്പോൾ കുക്കറിൽ ഓൾറെഡി ഞാനിവിടെ ബട്ടർ പേപ്പർ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ ചെയ്ത ബട്ടർ പേപ്പറാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ മേളിൽ കൊടുക്കാം. അത് പ്രസ് ചെയ്താൽ ഹോം മെയ്ഡ് ബട്ടർ പേപ്പറിൻ്റെ വീഡിയോ കാണാൻ പറ്റും. ഇനി ഇതിലോട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ലെവൽ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ഫോർക്കോ ടൂത്ത് പിക്കോ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഇത് നമ്മൾ സാധാരണ തട്ടി കൊടുക്കില്ലേ, അതിന് പകരം ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. ഒന്ന് ഇതുപോലെ ഒന്ന് ഉള്ളിൽ താഴ്ത്തി ഒന്ന് കംപ്ലീറ്റ് ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊന്ന് മാറിക്കിട്ടും. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ നമ്മൾ സാധാരണ ദോശക്കല്ല് ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തോട്ടാണ് നമ്മൾ ഈ കുക്കർ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ കുക്കറൊന്ന് അടച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിൽ വിസിലിട്ടിട്ട് കേക്ക് ബേക്ക് ചെയ്തെടുക്കരുത്. അപ്പോൾ കേക്ക് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും. അപ്പോൾ വിസിൽ മാറ്റി വെച്ചിട്ട് വേണം കേക്ക് നമ്മൾ ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ആ ദോശക്കല്ലിലോട്ട് ഈ ഒരു കുക്കർ ഇറക്കി വെച്ച് കൊടുക്കാം. കറക്റ്റ് ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഈ ഒരു കുക്കറും നമ്മൾ ഒഴിച്ചു കൊടുത്ത ബാറ്ററും എല്ലാം ഒന്ന് ചൂടാവണം. എന്നതിന് ശേഷം നമ്മളൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് കറക്റ്റ് 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി.
ഇപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒട്ടും തന്നെ സൈഡിലൊന്നും പിടിച്ചിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതോടുകൂടി ഈ ബട്ടർ പേപ്പർ ഇളക്കാൻ നോക്കരുത്. ഒരു 15 മിനിറ്റ് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ കുക്കറിൽ നിന്ന് പെട്ടെന്ന് തന്നെ കേക്ക് വിട്ട് കിട്ടും. ഇനി സാധാരണ ബട്ടർ പേപ്പർ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് മൈദ ഒന്ന് തട്ടിക്കൊടുത്താലും മതി. എങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ കേക്ക് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. ഇപ്പോൾ ഇവിടെ കേക്ക് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് കമഴ്ത്തി എടുക്കുന്നുണ്ട്. കാരണം സൈഡെല്ലാം നല്ലതുപോലെ വിട്ട് കിട്ടിയിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ കേക്ക് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അടിക്കൊന്നും പിടിച്ചിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നമുക്ക് ഈ സൈഡിലുള്ള ബട്ടർ പേപ്പർ എല്ലാം ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ബീറ്ററോ മെഷർമെൻറ്റ് കപ്പോ ഓവനോ ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധാരണ കുക്കറിൽ ചെയ്തെടുത്ത കേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ഗീവ് അവേയുടെ കാര്യം പറയാം. അപ്പോൾ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ മാസവും അവസാനം നമ്മൾ ഗീവ് അവേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 വിന്നേഴ്സിനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. 2 പേർക്കും ഇലക്ട്രിക് ബീറ്ററാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു മൈദയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് മാവും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന ഒരു വാനില സ്പഞ്ച് കേക്ക് തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിപ്പോൾ ഓവനിലൊന്നും അല്ല ചെയ്യുന്നത്. നമ്മൾ സാധാരണ വീട്ടിലുള്ള ചായപാത്രത്തിലാണ് ചെയ്തെടുക്കുന്നത്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. വീട്ടിലുള്ള സാധാരണ കുറച്ച് ചേരുവകൾ മാത്രം വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കേക്കാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിൽ ഏറ്റവും കുഞ്ഞ് ജാർ എടുക്കുക. ഇനി ഇതിലോട്ട് നമുക്കൊരു 2 മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ ഒട്ടും തന്നെ തണുപ്പില്ലാത്ത മുട്ട വേണം നമ്മൾ കേക്കിൽ ചെയ്ത് കൊടുക്കാനായിട്ട്. തണുപ്പുള്ള മുട്ട എടുക്കരുത്. ഇനി ഇതിലോട്ട് നമ്മൾ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിച്ച പഞ്ചസാര ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. അത് ഏകദേശം ഒരു 1/2 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ നല്ല ക്രീമി ആവുന്നത് വരെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു കേക്കിൽ ചെയ്യേണ്ടുന്ന ഒരു സ്റ്റെപ്പ്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ബൗളിൽ തന്നെ നേരിട്ട് നമുക്കൊരു അരിപ്പ വെച്ച് കൊടുക്കാം. ഈ അരിപ്പയിൽ നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. അതായത് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ മെഷർമെൻറ്റ് കപ്പില്ലെങ്കിൽ വീട്ടിലുള്ള ഏത് സാധാരണ കപ്പ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒരു പ്രാവശ്യം നമുക്കൊന്ന് അരിച്ച് ഈ ഒരു നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നില്ല ആ ഒരു ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി സ്പൂണോ വിസ്കോ ഫോർക്കോ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് സ്പീഡിൽ മിക്സ് ചെയ്യരുത്. വളരെ പതിയെ മാത്രം മിക്സ് ചെയ്താൽ മതി. ഇത് ജസ്റ്റ് സ്പീഡിൽ കാണിക്കുന്നതിനകത്ത് ഫോർവേഡ് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഇത് കട്ടയില്ലാതെ നമ്മൾ ഫസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇനി ഇതിലോട്ടൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വാനില എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക നല്ലതുപോലെ പഞ്ചസാര ചേർത്ത് പൊടിച്ചിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് പാലാണ്. ഒരു 1/4 കപ്പോളം ചെറു ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാലും ഈ ഒരു ബാറ്ററും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ മിക്സ് ആയതിനു ശേഷം നമ്മൾ ഇതിലോട്ട് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്ന വിനാഗിരി അല്ലെങ്കിൽ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഏകദേശം 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാദ്യം ചേർത്ത് കൊടുക്കരുത്. ലാസ്റ്റ് ഈ ഒരു ബാറ്റർ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ആയതിനു ശേഷം മാത്രം ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ കേക്ക് ചിലപ്പോൾ പൊങ്ങി വന്നില്ലെങ്കിൽ ഈ വിനീഗർ ചേർക്കുവാണെങ്കിൽ കേക്ക് നല്ലതുപോലെ പൊങ്ങി വരും. ഇനി നമുക്കിതൊരു ചായപാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇവിടെ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മേളിലും കൊടുക്കാം. ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് സൈഡിലെല്ലാം കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം. ഒരുപാട് എണ്ണ തേക്കരുത്. അങ്ങനെയാണെങ്കിൽ കേക്ക് ബേക്കായതിന് ശേഷം സൈഡൊക്കെ വല്ലാണ്ട് ക്രിസ്പി ആയി പോവും. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് എണ്ണ തേച്ചതിന് ശേഷം നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ബാറ്റർ ഒഴിക്കുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഒരു ദോശത്തവ 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം അതിലോട്ട് നമ്മുടെ ഈ ഒരു ചായപാത്രം ഇറക്കി വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു 25 മിനിറ്റോളം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കണം. ഫസ്റ്റ് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ 25 മിനിറ്റ് വെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും സൈഡൊക്കെ നല്ലതുപോലെ വിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കേക്ക് അത്യാവശ്യം നല്ലതുപോലെ പൊങ്ങിയും വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള സാധാരണ ചേരുവകൾ മാത്രം വെച്ചിട്ടാണ് നമ്മൾ 2 കേക്കൊന്ന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുക്കറിലും നമുക്ക് വേണമെങ്കിൽ കേക്ക് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ചായപാത്രത്തിൽ നമുക്ക് കേക്ക് ചെയ്യാം. അപ്പോൾ കേക്ക് എപ്പോൾ ചെയ്താലും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാം. അപ്പോൾ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർത്തില്ലെങ്കിലും അതിന് തുല്യമായ വേറെ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ട്. അത് മാത്രം നിങ്ങൾ കറക്റ്റായിട്ട് ചേർത്താൽ മതി.
അപ്പോൾ കേക്കെല്ലാം നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം നമ്മൾ ഏത് രീതിയിൽ കേക്ക് ചെയ്താലും കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കുക. പിന്നെ നമ്മളിപ്പോൾ പ്രീ ഹീറ്റ് ചെയ്ത പാനിൽ തന്നെ കേക്ക് വെന്തതിന് ശേഷവും വെക്കരുത്. അങ്ങനെയാണെങ്കിലും അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഗീവ് അവേയിൽ തീർച്ചയായിട്ടും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും.